വെൽക്കം ബാക്ക് ടു ദി ഹങ്കർ ട്രാവലർ. ഇന്ന് നമുക്ക് പഞ്ഞി പോലത്തെ ഒരു വട്ടയപ്പം ഉണ്ടാക്കിയാലോ. നമ്മൾ സാധാരണ വട്ടയപ്പം ഉണ്ടാക്കുന്ന പോലെ തന്നെ, പക്ഷേ ഇതിനകത്തൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അരിപ്പൊടി കൊണ്ട് തന്നെയാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ വേഗം തന്നെ നമുക്ക് റെസിപ്പി നോക്കാം. ആദ്യം തന്നെ നമ്മൾ ചേർക്കുന്ന സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് കാണിച്ചു തരാം. 1.5 ടേബിൾ സ്പൂൺ നമ്മൾ സാഗോ എന്ന് പറയില്ലേ, അതായത് ചവ്വരി. അത് നമ്മൾ ആദ്യം തന്നെ ഒരു മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ കുതിർത്തിടണം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇത് കുതിർന്ന് വന്നിട്ടുള്ള ഈ ചവ്വരി ഉണ്ടല്ലോ, അതൊന്ന് അരച്ചെടുക്കണം. കാരണം നമ്മൾ അരിപ്പൊടി ഉപയോഗിക്കുന്നതുകൊണ്ടാണ്. നിങ്ങൾ പച്ചരിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ ഇട്ടിട്ട് അരച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി നമ്മൾ ഒരു മിക്സി ജാറിലേക്ക് 2.5 കപ്പ് അരിപ്പൊടിയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ. അതിലേക്ക് നമ്മൾ ഇടുന്നത് 1.25 കപ്പ് വെളുത്ത അവലാണ്. അത് ഞാൻ ഇവിടെ അളന്ന് വെച്ചിട്ടുണ്ട്. അത് ആദ്യം ഒന്ന് കഴുകി വൃത്തിയാക്കി വെക്കുക. എന്നിട്ട് അതിലേക്ക് പകുതി ചേർത്ത് കൊടുക്കുകയാണ്. എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ പകുതിയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഇനി തേങ്ങയാണ് നമ്മൾ ഇടാൻ പോണത്. അത് 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. അതായത് 2.5 കപ്പ് അരിപ്പൊടിക്ക് 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. ഒരു വലിയ കപ്പ് നിറയെ പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ. ഇനി നമ്മൾ ചേർക്കുന്നത് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടില്ലേ ചവ്വരി, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. കാരണം വെള്ളം കൂടി പോകാൻ പാടില്ലല്ലോ. അപ്പോൾ ഇത് ആദ്യം തന്നെ നമുക്ക് അരച്ചെടുത്തിട്ട് വരാം. ഇത് ഫസ്റ്റ് ബാച്ചാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ബാക്കിയുള്ളതും കൂടെ അരച്ചെടുത്തിട്ട് വരാം. അതായത് എല്ലാം ഞാൻ പകുതി എടുത്തിട്ടാണല്ലോ അരച്ചെടുത്തിരിക്കുന്നത്. അപ്പം ഞാൻ ഇതിൻ്റെ ഫുൾ റെസിപ്പിയുടെ ആവശ്യമുള്ള സാധനങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്തേക്കും. അപ്പോൾ ഇതാ ഫുള്ളായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കപ്പി കാച്ചണം. അതിന് വേണ്ടിയിട്ട് ഇതേപോലെ അതായത് ഒരു 4 ടേബിൾ സ്പൂൺ ഈ അരച്ചു വെച്ചത് എല്ലാം കൂടി അരച്ചെടുത്തത് നമ്മൾ 4 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് ഗ്യാസിൽ വെച്ച് സ്റ്റൗ കത്തിച്ച് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. കട്ടയാക്കി കുറുക്കണ്ട നമുക്ക്, അതായത് ഒരു തിക്ക് കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടേണ്ടത്. എന്നിട്ട് നമ്മൾ ഇപ്പം നിങ്ങൾക്ക് കാണാം നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അരിപ്പൊടിയൊക്കെ വെന്തിട്ടുണ്ട്. ഇത് കട്ടയാക്കി എടുക്കണില്ല. എന്നിട്ട് ചെറു ചൂടോടെ, അതായത് ഫുൾ തണുത്തിട്ടല്ല, ഒരു ചെറു ചൂടോടെ നമുക്ക് മിക്സിയിലിട്ട് അരയ്ക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ കലക്കി വെച്ചിട്ടുള്ള മാവുണ്ടല്ലോ, അത് ആദ്യം പകുതി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ഇപ്പോൾ കപ്പി കാച്ചാനായിട്ടുള്ളത് എടുത്തു വെച്ചിട്ടില്ല, അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ ഇതാ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് നന്നായി അരച്ച് കിട്ടും. അപ്പോൾ ബാക്കിയുള്ളതും കൂടെ ഞാൻ അരച്ചെടുത്തിട്ട് വരാം. അതായത് പകുതി ഇട്ടിട്ടാണല്ലോ. മിക്സി നിങ്ങളുടെ വലുതാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് എല്ലാം ഒരുമിച്ചിട്ടിട്ട് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ എല്ലാം കൂടെ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 8 മണിക്കൂർ പുളിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ സാധാരണ നമ്മൾ ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ്, ഇത് മുഴുവൻ അങ്ങനെ തന്നെ കലക്കിയെടുക്കും. അതിന് പകരം ഞാനിവിടെ ചെയ്യാൻ പോണത് പ്ലേറ്റിൽ വെളിച്ചെണ്ണ അല്ലെങ്കിൽ നെയ്യോ വളരെ നൈസായിട്ട് പറ്റിയാൽ മതി. ഇത് ഒരുപാട് പറ്റിയിട്ടുണ്ടെങ്കിൽ ഇത് താന്നു പോവും. എന്നിട്ട് നമ്മൾ ഈ മാവുണ്ടല്ലോ, പൊന്തി വന്ന മാവിൻ്റെ മുകളിൽ നിന്ന് ആ പത ഉള്ള ഭാഗം ഉണ്ടല്ലോ, അതാണ് ആദ്യം എടുത്തിട്ട് നമ്മൾ എത്ര കട്ടിയിൽ വേണോ അത് വെക്കുന്നത്. അതേപോലെ എല്ലാ പ്ലേറ്റിക്കും നമ്മൾ അതിൻ്റെ മുകൾ ഭാഗത്തു നിന്ന് പത അടക്കം എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റീമറിൽ വെച്ചിട്ട് വേണം നമുക്കിത് വേവിച്ചെടുക്കാനായിട്ട്. അപ്പം ഞാനിവിടെ ഒരു 15 മിനിറ്റ് നേരം വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കട്ടിക്കനുസരിച്ചിട്ടാണ്. നിങ്ങൾ ഇതിനേക്കാളും കുറവാണ് എടുത്തിരിക്കുന്നതെങ്കിൽ, പ്ലേറ്റിലെടുത്തിരിക്കുന്നതെങ്കിൽ 10 മിനിറ്റ് മതി. അടിപൊളിയായിട്ട് ഇതിൽ നിന്ന് ഇങ്ങനെ വെട്ടുപോരും. കത്തി വെച്ചൊന്നും എടുക്കണ്ട. ഇതേപോലെ നമ്മൾ കൈ കൊണ്ട് തന്നെ ആക്കുമ്പോൾ നമുക്കിത് വിട്ടു പോരുന്നതായിട്ട് കാണാം. അപ്പോൾ കിടിലൻ പഞ്ഞി വട്ടയപ്പം റെഡി ആയിട്ടുണ്ട്.